എൻ്റെ ഈശ്വരാ, ആദ്യ പീരീഡ് തന്നെ മിസ്സാവുന്ന ലക്ഷണമാണല്ലോ. കയ്യിലെ വാച്ചിലേക്ക് നോക്കിക്കൊണ്ട് അഞ്ചു പിറുപിറുത്തു. ഇന്ന് അലാം അടിച്ചില്ല. അത് കോളേജിലേക്ക് നേരം വൈകിയാണ് ഇറങ്ങിയത്. ബസ് മിസ്സായി. ഇനി എപ്പോൾ എത്തുമെന്നൊന്നും യാതൊരു പിടിയുമില്ലാതെ ഉറക്കത്തെ പഴിച്ചുകൊണ്ട് ബസ് സ്റ്റോപ്പിൽ അങ്ങനെ നിൽക്കുവാണ് അഞ്ചു. പെട്ടെന്നാണ് ഒരു കാർ അവൾക്കരികിലേക്ക് വന്നത്. അവൾ അകത്തേക്ക് നോക്കി. അകത്തെ ആളെ കണ്ടത് അവൾക്ക് വല്ലാതെ ദേഷ്യം വന്നു. അവൾ പെട്ടെന്ന് തന്നെ മുഖം വെട്ടിച്ച് മറ്റെങ്ങോ നോക്കി നിന്നു. ഡോ, കോളേജിലേക്കാണോ? അമ്മൻ തിരക്കി. ആണെങ്കിൽ എങ്കിൽ കയറിക്കോ, ഞാനും കോളേജിലേക്ക് തന്നെയാ. വേണ്ട, അവൾ താല്പര്യമില്ലാതെ പറഞ്ഞു. അങ്ങനെ പറയില്ലേ, എൻ്റെ പെണ്ണ് വന്ന് കയറ്. ഒന്നല്ലെങ്കിലും ഞാനല്ലേ വിളിക്കുന്നത്, അതിന് നീ ഏതാ? അതൊക്കെ വഴി അറിയും. ഇപ്പോൾ കയറ്. നോക്കി നിന്നിട്ട് കാര്യമില്ല, സമയത്തിനെത്താൻ ഇനി ഇതേ ഉള്ളു വഴി. പിന്നീട് ഒരു തർക്കത്തിന് നിൽക്കാതെ അഞ്ചു കാറിൽ കയറാൻ തുടങ്ങി. ഡി, മുമ്പിൽ വാ. അമ്മൻ അതും പറഞ്ഞുകൊണ്ട് കാർ ഫ്രണ്ട് ഡോർ ഓപ്പൺ ആക്കി നൽകി. ഈ കാലൻ ഇതെന്തു ഭാവിച്ചാണാവോ, അഞ്ചു മനസ്സിൽ പറഞ്ഞു. പോയാലോ? അമ്മൻ ചോദിച്ചതും അവൾ താല്പര്യമില്ലാതെ ഒന്ന് മൂളി. തൻ്റെ കൂട്ടുകാരി വരാറില്ല ഇപ്പം? ഉണ്ട്, അവൾ മറുപടി നൽകി. കണ്ടിട്ട് കുറച്ചായി. വർക്ക് തിരക്ക് കാരണം ഒന്നിനും ടിക്കറ്റ് കിട്ടുന്നില്ല. അതിന് ഞാനെന്തേലും ചോദിച്ചു എന്ന ഭാവമായിരുന്നു അഞ്ജുവിന്. എന്തേ ഇത്ര വൈകി? അത് ഉറങ്ങിപ്പോയി, അവൾ ചെറിയ ചമ്മലോടെ പറഞ്ഞു. അമനൊന്ന് ചിരിച്ചു. താൻ അവിടെ ഒറ്റയ്ക്കാ? എവിടെ? തൻ്റെ ആ വീട്ടിൽ? അവൻ്റെ ചോദ്യം അഞ്ജുവിനെ ഒന്ന് ഭയപ്പെടുത്തി. ഈശ്വര, ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞ പ്രശ്നമോ? എന്താടോ താനൊന്നും മിണ്ടാത്ത? ഒന്നുമില്ല, എങ്കിൽ പറ. അതോ, ഇപ്പോൾ ഒറ്റയ്ക്കാ? അപ്പോൾ ഫാമിലി? അവരെല്ലാം പുറത്താണ്. ഡോ, അമ്മൻ അവളെ മിററിനോട് നോക്കി വിളിച്ചു. അവൾ അവനെ ഒന്ന് പാളി നോക്കി. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? അവൻ പറഞ്ഞു തുടങ്ങും മുന്നേ അവൻ്റെ ഫോൺ റിങ് ചെയ്തു. സിദ്ധാർത്ഥായിരുന്നത്. കള്ള തിരുമാലിക്ക് വിളിക്കാൻ കണ്ട നേരം അവൻ മനസ്സിലോർത്തു. ദാ എത്തി എൻ്റെ സിദ്ധു, നീ വെക്ക്. അവനത് പറഞ്ഞ് കോളേജ് ഗേറ്റ് നടന്നിരുന്നു. കാർ എത്തിയതും അഞ്ചു താങ്ക്സ് എന്ന് പറഞ്ഞുകൊണ്ട് കാറിൽ നിന്ന് ഇറങ്ങി നടന്നു. അവൻ അല്പനേരം അവളെ തന്നെ ഒന്ന് നോക്കി നിന്നു. അവൾ തിരിഞ്ഞു നോക്കുമെന്നോർത്തു. എന്നാൽ അവൻ ആള് മാറി. അത്രന്ന് പെട്ടെന്ന് പിടിതരാത്ത പരാൽമീനാണത്. ക്ലാസ്സിലേക്ക് കയറി അഞ്ജുവിന് കാതൊന്ന പോലെ ഗൗരി ഇരിപ്പുണ്ട്. എടി, എന്താ ഇത്ര വൈകിയത്? ഒന്നും പറയണ്ട, എഴുന്നേക്കാൻ വൈകി. പിന്നെ ഓടിപ്പിടിച്ചെത്തിയപ്പോഴേക്കും ബസ് പോയി. പിന്നെ കുരങ്ങൻ്റെ കൂടെ വന്ന. കുരങ്ങനോ? ഏതാ അത്? നിന്റെ കിട്ടിയവൻ്റെ കൂട്ടുകാരനല്ലേ അവൻ്റെ കൂടെ? രാമനോ? അവൻ തന്നെ. നീ എന്തിനാടി പെണ്ണെ അവനെ കാണുമ്പോൾ കടിച്ചു കീറാൻ നിൽക്കുന്നത്? അതൊരു പാവമാട്ടോ. പിന്നെ പാവം, അവനിപ്പോൾ ഒരു ഇളക്കമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്തിളക്കം? എന്നെ കാണുമ്പോൾ OS കുഴയൽ. ഓഹോ, നല്ല കാര്യമല്ലേ. അവനെപ്പോലെ ഒരു പയ്യനെ കിട്ടാൻ നീ ഭാഗ്യം ചെയ്യണം. പെണ്ണത്രയ്ക്ക് പാവം അത്. പിന്നെ എനിക്കവനെ കണ്ടിട്ട് അത്ര പാവായൊന്നും തോന്നില്ല. അല്ലെങ്കിൽ നിനക്ക് ആണുങ്ങളെ പറ്റി പണ്ടേ പറ്റില്ലല്ലോ. ഗൗരി പറഞ്ഞതും അഞ്ചു അവളെ കടുപ്പിച്ചൊന്ന് നോക്കി. നോക്കണ്ട, ഗൗരി മുഖം തിരിച്ചു പറഞ്ഞു. അതേസമയം മറ്റൊരിടത്ത് വിക്രം എങ്ങനെയെങ്കിലും അല്പം പണം നൽകണം. അത്രയും കഷ്ടത്തിലാണ് ഇപ്പോൾ ഞങ്ങളുടെ ജീവിതം. എൻ്റെ അങ്കിൾ, ഞാൻ പറഞ്ഞില്ലേ, അങ്കിളുടെ അനന്തരവളെ എൻ്റെ കയ്യിലെത്തിക്കേ. പണം നിങ്ങളെ തേടി വരും, അല്ലാതെ ഒന്നും ഞാൻ സഹായിക്കാൻ ഒരുക്കമല്ല. മോനെ, അവളിപ്പോൾ സിദ്ധാർത്ഥിൻ്റെ അടുത്താണ്. നിനക്കറിയാലോ, അവനുമായി കളിച്ച തീക്കൊള്ളി കൊണ്ട് പുറഞ്ചൊറിയുന്നതിലും കഷ്ടമാവും കാര്യങ്ങൾ. അതിനെപ്പറ്റിയൊന്നും എനിക്കറിയണ്ട. എനിക്ക് വേണ്ടത് ആ പെണ്ണിനെയാണ്. ഒറ്റ ദിവസത്തേക്ക് മതി, പിന്നെ നിങ്ങളെ ഞാൻ ബുദ്ധിമുട്ടിക്കില്ല. 5 കോടി അന്ന് രാത്രി നിങ്ങളുടെ ഞാൻ ഏൽപ്പിക്കും. അത് കേട്ടതും ശില്പിയും മാതിരയും പ്രഭാകരനെ നോക്കി. അദ്ദേഹം എന്തു പറയണമെന്നറിയാതെ തലതാഴ്ത്തി നിന്നു. എന്താ അങ്കിൾ, പറ്റുമോ? വിക്രം, അത് പിന്നെ പറ്റുമെങ്കിൽ ഈ ആഴ്ച എത്തിക്കണം. പണം ഞാൻ തന്നിരിക്കും. പറ്റും. പെട്ടെന്ന് പിന്നിൽ നിന്ന് ശില്പ ഉറക്കെ വിളിച്ചു പറഞ്ഞു. പ്രഭാകർ ഒരു ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. നിനക്കെന്താ ശില്പ, പ്രാന്തായോ? എന്തൊക്കെയാണ് നീ വിളിച്ചു പറയുന്നത്? കാര്യം തന്നെ. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട. അവളെ ഞാൻ കൊണ്ടുവന്ന് വികൃതേനും നൽകും. എനിക്ക് എൻ്റെ എല്ലാം തിരിച്ചു വേണം. എൻ്റെ ആഡംബരം, എൻ്റെ സൗഭാഗ്യങ്ങൾ എല്ലാം വേണം. ശില്പ ഒരു ഭ്രാന്തിയെപ്പോലെ അലർന്ന കണ്ട് പ്രഭാകർ ഭയത്താൽ അവളെ തന്നെ നോക്കി നിന്നവൻ. എങ്കിൽ ശരി, ഈ ആഴ്ച സിദ്ധാർത്ഥ വർമ്മയ്ക്ക് ഒരു ബിസിനസ് ട്രിപ്പ് ഉണ്ടെന്നാണ് കേട്ടത്. മലേഷ്യയിലേക്ക് പോയി വരും മുന്നേ അവളെ എനിക്ക് കൊണ്ടുവന്നെത്തിക്കും. അത്രയും പറഞ്ഞുകൊണ്ട് വിക്രം എഴുന്നേറ്റ് പോയി. ശില്പ, നീ എന്ത് പ്രാന്തൊക്കെ വിളിച്ചു പറഞ്ഞു? നീ എവിടെ നിന്ന് അവളെ കൊണ്ടെത്തിക്കുന്ന സിദ്ധാർത്ഥിൻ്റെ അടുത്ത് നിന്ന്? അവനാരാ മനുഷ്യ? അത് ശില്പ ഉള്ള അരിശം മുഴുവൻ തീർത്തുകൊണ്ട് കാർക്കിച്ചു തുപ്പി.
കുരുക്കാണ് എടുത്ത് കഴുത്തി ചുറ്റാൻ പോകുന്നത്. ഒരിക്കലും അഴിച്ചു മാറ്റാൻ പറ്റാത്തൊന്ന്. സിദ്ധാർത്ഥമായി കളിക്കാൻ നിൽക്കരുത്, നീ മിണ്ടിപ്പോകരുത്. ആ നശിച്ചവൻ്റെ എങ്ങാണ്ടോ കിടന്നവളെ എടുത്ത് വീട്ടിൽ കൊണ്ടുപോയി നമ്മുടെ സ്വത്തെല്ലാം തട്ടിയെടുത്ത് കൊടുത്ത അവൻ്റെ പേര് പോലും എനിക്ക് കേൾക്കണ്ട. അപ്പോൾ ഗൗരിയെ പറ്റിച്ച് നമ്മൾ നേടിയതൊക്കെയോ? അത് കേട്ടപ്പോൾ ശില്പയൊന്നടങ്ങി. കണ്ണടച്ചുകൊണ്ട് ഇരുട്ടാക്കുന്ന നിന്റെ സ്വഭാവമല്ല മാറ്റിവെക്കണം. ശില്പേ, നമ്മൾ അനുഭവിച്ചതൊന്നും നമ്മുടെ ആയിരുന്നില്ല. ഒരു മുട്ടുസൂചി പോലും അവിടെ നമ്മുടെ സ്വന്തം ആയിരുന്നില്ല. പ്രഭാകർ പറയുമ്പോൾ ശില്പ വല്ലാത്തൊരവസ്ഥയിൽ അദ്ദേഹത്തെ നോക്കി. അച്ഛാ, ഇപ്പോൾ തർക്കിച്ച് നിൽക്കേണ്ട സാഹചര്യമല്ല. നമ്മൾ എങ്ങനെയെങ്കിലും ഈ ദുരിതം അവസാനിപ്പിച്ച് കരകയറാനാണ് നോക്കേണ്ടത്. അതിനിപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാ മോളെ? അച്ഛ, എങ്ങനെയെങ്കിലും ആ നശിച്ചവളെ സിദ്ധാർത്ഥിൻ്റെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് വരാൻ നോക്കണം, അത്ര തന്നെ. പ്രഭാകർ മകളുടെ സ്വാർത്ഥ താല്പര്യം നിറഞ്ഞ സംഭവം കണ്ട് നോക്കി നിന്നുപോയി. അച്ഛൻ്റെ നിൽപ്പിൽ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാനാവില്ല എന്ന് ആതിരയ്ക്കും മനസ്സിലായി. അമ്മ, അച്ഛനെ കൊണ്ടൊന്നിനും പറ്റില്ല, നമുക്ക് തന്നെ ഇറങ്ങിത്തിരിക്കാം. എനിക്ക് പഴയതുപോലെയല്ല, പഴയതിലും നന്നായി ജീവിക്കണം. ആളുകളുടെ മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് തന്നെ നടക്കാം. കിരൺ അവനെ എനിക്ക് സ്വന്തമാക്കണം. അമ്മയുണ്ട് എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ. ശില്പ മകളുടെ പക്ഷം നിന്ന് പറഞ്ഞു. ഭാര്യയുടെയും മകളുടെയും ഈ സ്വാർത്ഥ താല്പര്യം പ്രഭാകരനെ വീണ്ടും ഭയത്തിൻ്റെ കൊടുമുടിയിൽ കൊണ്ടുവന്നെത്തിച്ചിരുന്നു. എന്താന്ന് വെച്ചാൽ അവസാനം മോങ്ങിക്കൊണ്ട് വരരുത് രണ്ടും. പ്രഭാകർ അറ്റമില്ലാതെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോയി. നിന്റെ അച്ഛൻ ഇപ്പോഴും നമ്മുടെ അവസ്ഥയിലല്ല. വിഷമം അനന്തരവളുടെ ജീവിതം നശിക്കുമോ എന്ന ആതിര അച്ഛനെ കോപത്തോടെ തന്നെ നോക്കി നിന്നു. സിദ്ധാർത്ഥും അമ്മനും സിദ്ധാർത്ഥിൻ്റെ ക്യാബിനിൽ ചില ഫയൽസ് നോക്കുന്ന തിരക്കിലായിരുന്നു. അമ്മൻ, ഈ ഫയൽ മാറ്റിവെച്ചേക്ക്, ഇത് റോയ് സൈൻ ചെയ്യേണ്ടതാണ്. മലേഷ്യയിൽ എത്തിയാൽ ഉടൻ ആദ്യം ചെയ്യേണ്ടത് ഈ ഫയലിൽ റോയിയുടെ സൈൻ വാങ്ങുക എന്നതാണ്. സിദ്ധാർത്ഥ്, എന്തു പറ്റും? ഗൗരിയെ കൊണ്ടുപോകുന്നുണ്ടോ? ഇല്ല, അവൾക്ക് എക്സാം അടുത്ത് വരികയല്ലേ. അവളിവിടെ ഒറ്റയ്ക്ക്? അമ്മൻ ആശങ്കയോടെ തിരക്കി. ചെറിയ ഭയമുണ്ട്. ഒന്നിനും ഇപ്പോഴും ധൈര്യമില്ല. എൻ്റെ കിട്ടിയൊക്കെ ആരെ വിശ്വസിക്കണം, ആരെ അകറ്റണം എന്നൊന്നും ഇതുവരെ പഠിച്ചില്ലവൾ. അതാ പറഞ്ഞ അവൾ ഒറ്റയ്ക്ക്. നോക്കട്ടെ, എന്തേലും വഴിയുണ്ടോന്ന്. പെട്ടെന്നാണ് സിദ്ധാർത്ഥിൻ്റെ ക്യാബിനെ ബെല്ലടിച്ചത്. അവൻ ആളെ അകത്തേക്ക് വിളിച്ചു. കാഞ്ചനയാണ്. സർ. സിദ്ധാർത്ഥിനെ കണ്ടപാടെ കാഞ്ചന നിറച്ചിരിയോടെ അവനെ വിളിച്ചു. വരൂ, ഇരിക്കൂ. അപ്പോഴാണ് കാഞ്ചന സിദ്ധാർത്ഥിന് അഭിമുഖമായിരിക്കുന്ന അവനെ കണ്ടത്. അവനെ കണ്ടതും അവൾക്ക് വല്ലാതെയായി. സിദ്ധാർത്ഥ് മാത്രം ഉണ്ടാവും കരുതി എന്നതാണ്. ഇതെൻ്റെ ഫ്രണ്ട് അമൻ, താനിരിക്കെ, സിദ്ധാർത്ഥ് പറഞ്ഞു. ഓ, ഓക്കെ സാർ. എന്താ കാഞ്ചന വന്നത് സാർ? അത് പിന്നെ പറയൂ. അവൾ അമനെ ഒന്ന് നോക്കി. കുഴപ്പമില്ല, താൻ പറഞ്ഞോളൂ. അത് പിന്നെ സാർ, ആ കുട്ടിയെപ്പറ്റി പറയാനാണ് ഞാൻ വന്നത്. ഏത് കുട്ടി? സിദ്ധാർത്ഥ് പുരികെ ഉയർത്തി തിരക്കി. സാർ, ആ കുട്ടിയില്ലേ സാറിൻ്റെ കൂടെ വരുന്നേ? ഗൗരി. സിദ്ധാർത്ഥ് പേര് പറഞ്ഞുകൊണ്ട് സീറ്റിലേക്ക് ചാരി ഇരുന്നു കൊണ്ട് അവളെ സൂക്ഷ്മമായി ഒന്ന് നോക്കി. അതെ സാർ, ഗൗരി. ആ കുട്ടിക്ക് എന്താ? ആ കുട്ടി വലിയ ശല്യമാണ് സാർ ക്ലാസ്സിൽ. വാട്ട്? സിദ്ധാർത്ഥ് അമ്പരപ്പോടെ നോക്കി. അമൻ അവളെ ദയനീയമായി ഒന്ന് നോക്കി. ശേഷം മനസ്സിലോർത്തു, ഈശ്വര, ഇവൾക്കുള്ള കുഴി ഇവൾ തന്നെ തോണ്ടുവാണോ? അതെ സാർ, ആ കുട്ടിയും പുതുതായി അഡ്മിഷൻ എടുത്ത റാമോഹൻ എന്ന പയ്യനും തമ്മിൽ പ്രണയത്തിലാണ്. ക്ലാസ്സിൽ വെച്ച് കൈ പിടിച്ച് സംസാരിക്കുന്നതൊക്കെ ഞാൻ കണ്ടു. പോരാത്തതിന് ക്ലാസ്സിലിരുന്ന് ഫുൾ സംസാരമാണ്. മിസ് കാഞ്ചന, താൻ പറയുന്നത് എൻ്റെ കൂടെ വരുന്ന ഗൗരിയെക്കുറിച്ച് തന്നെയാണോ? അതെ സാർ. ശരി, ഞാൻ നോക്കിക്കോളാം, താൻ ചെല്ല്. അത് സാർ, പിന്നെ താൻ ചെല്ലടോ. സിദ്ധാർത്ഥ് സത്യത്തിൽ ദേഷ്യം കടിച്ചു പിടിച്ചിരിക്കരുത്. കാഞ്ചന. സിദ്ധാർത്ഥ് പെട്ടെന്ന് തന്നെ അവളെ പിന്നിൽ നിന്നുകൊണ്ട് വിളിച്ചു. എന്താ സാർ? ഗൗരിയോട് വരാൻ പറയും. ശരി സാർ. അവൾ തിരിഞ്ഞു നടക്കുമ്പോൾ മനസ്സിൽ വല്ലാത്ത ആഹ്ലാദമായി. നീ തീർന്നു മോളെ, കാഞ്ചന മനസ്സിൽ പറഞ്ഞു. സിദ്ധു, ഇതേതാണടാ ഈ ഐറ്റം? പുതിയ ഇറക്കുമതിയാണ്. അല്ലേശ സീറ്റ് ആണ്. പിന്നെ പറയണ്ടല്ലോ, കുറച്ചായി പിന്നാലെ നടത്താൻ തുടങ്ങിയിട്ട്. ഒക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ ഗൗരിയെ താഴ്ത്തി പുള്ളിക്കാരിക്ക് ഗോൾ അടിക്കാനുള്ള പ്ലാനാണ്. എടാ മോനെ, നിൻ്റെയൊക്കെ ലൈഫാണ് ലൈഫ്. പെണ്ണുങ്ങളെ ഇങ്ങനെ പിന്നാലെ നടത്താനും വേണം ഒരു കഴിവ്. ഡാ മതി. അമൻ സിദ്ധാർത്ഥിനെ കളിയാക്കാൻ കിട്ടുന്ന ഒരവസരവും അങ്ങനെ പാഴാക്കാറില്ല. ഇതും ചുമ്മാ വിട്ടുകളയാം അവൻ തീരുമാനിച്ചതും ഇല്ല. ഇതേ സമയം ക്ലാസ് റൂമിൽ കാഞ്ചന ക്ലാസ്സിലെത്തി അല്പനേരം നിശബ്ദമായി നിന്നു. ശേഷം ഗൗരിക്ക് നേരെ വന്നു. ഡോ, തന്നെ സിദ്ധാർത്ഥ് സാർ വിളിക്കുന്നുണ്ട്. അത് കേട്ടതും ഗൗരി എഴുന്നേറ്റ് സംശയത്തോടെ കാഞ്ചനയെ നോക്കി. ചെല്ല, തനിക്കുള്ളതിനി അവിടെ കിട്ടിക്കോളും. എന്നാൽ പുച്ഛം നിറഞ്ഞൊരു നോട്ടമായിരുന്നു കാഞ്ചനയുടേത്.
സിദ്ധാർത്ഥിൻ്റെ ക്യാബിനിലെത്തുമ്പോൾ അമൻ പുറത്തേക്ക് ഇറങ്ങി വരുന്നതാണ് ഗൗരി കണ്ടത്. ഹായ് ഗൗരി, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. അമൻ എന്താ ഇവിടെ? അയ്യോടാ, തൻ്റെ കൂട്ടുകാരി ആ കഴുത്തിന് ചുറ്റും നാക്കുള്ള സാധനമൊന്നും പറഞ്ഞു കാണില്ലല്ലേ? അമൻ കളിയാക്കി തിരക്കി. ഗൗരിയെ നിളിച്ചു കാട്ടി. അമൻ ഒന്ന് ചോദിച്ചോട്ടെ? ഗൗരി മുഖവര ഇട്ടു. ചോദിക്കേണ്ട പെങ്ങളെ, എന്തിനാ സിദ്ധാർത്ഥ് വിളിപ്പിച്ചതെന്നറിയോ? പൊന്നു ഗൗരി, ആ കളിക്ക് ഞാനില്ല. അവന് പറയാനുള്ളത് അവനെ അറിയൂ. അത് അവൻ്റെ അടുത്ത് നിന്ന് തന്നെ കേട്ടാൽ മതി. പോ അവിടുന്ന്. അവൾ മുഖം കപട ദേഷ്യത്തോടെ പിടിച്ചുകൊണ്ട് ക്യാബിനിലേക്ക് കയറി. സിദ്ധാർത്ഥ് നെറ്റിയെ കൈവച്ച് ചാരിക്കിടക്കുകയായിരുന്നു. കാലുകൾ ഒന്നിനു മുകളിൽ ഒന്ന് കയറ്റി വെച്ച് കാൽപാദം ചെറുതായി ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഗൗരി പതി അവനെ വിളിച്ചു. സിദ്ധാർത്ഥ്. അവനെ കണ്ണിനെ മറച്ചു പിടിച്ച കൈമുഖത്തു നിന്നും മാറ്റി അവളെ ഒന്ന് നോക്കി. ഇരിക്കെ. അവന് മുഖത്ത് ഗൗരവം വരുത്തി പറഞ്ഞു. എന്തോ സിദ്ധാർത്ഥ്, എന്തിനാ വരാൻ പറഞ്ഞത്? എൻ്റെ പൊണ്ടാട്ടിയെ ഒന്ന് കാണാൻ. രാവിലെ കണ്ടതല്ലേ? അവൾ നിളിച്ചു കാട്ടി. കണ്ടില്ലേ, ഇനി പോട്ടെ. അതും പറഞ്ഞവൾ എഴുന്നേറ്റത് സിദ്ധാർത്ഥ് ഒന്ന് അമർത്തി പറഞ്ഞു. ഇരിക്കടി അവിടെ. അവൻ്റെ ശബ്ദം ഉയർന്നതും അവളൊന്ന് ഞെട്ടി അവനെ തന്നെ നേരിയ ഭയത്തോടെ നോക്കി. എന്താ സിദ്ധാർത്ഥ്? അവൾ മൃദുവായി തരും. ചുമ്മാ. അവൻ ഒറ്റ കണ്ണിറുക്കി കാട്ടി. എന്തായിരുന്നു ആണാവോ അഡ്മിഷൻ പയ്യനുമായി? ആര്? ആ റാം മോഹൻ. അവനുമായി? ആ ഏട്ടനുമായി എനിക്കൊന്നുമില്ല. ഞാൻ ഇന്ന് ആദ്യമായി കണ്ടത്. ഞാൻ അങ്ങനെയല്ലല്ലോ അറിഞ്ഞത്. സിദ്ധാർത്ഥ് എന്തൊക്കെയാണ് പറയുന്നത്? എന്താടി വൈഫേ, എന്നെ ഇട്ടിട്ട് പോകാൻ തോന്നുന്നുണ്ട്. ദേ സിദ്ധാർത്ഥ്, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അച്ചോടാ, ചുമ്മാ പറഞ്ഞത്. ദേ നോക്ക്, കാർത്തിക്കിൻ്റെ കേസ് തന്നെ അറിയാലോ. ഒന്ന് ഒതുക്കി നിർത്തിയതാണ്. അവനെ ഇനി മറ്റൊരുത്തൻ കൂടെ എൻ്റെ കൈക്ക് പണി ഉണ്ടാക്കാതെ നീ വേണം നോക്കാം. ഞാൻ എന്ത് ചെയ്തിട്ടേ സിദ്ധാർത്ഥ്? നീ ഇപ്പോൾ ഒന്നും ചെയ്യണ്ട. ഏതുവരെ അവൻ പോകുമെന്ന് ഞാൻ നോക്കട്ടെ. എന്നാൽ എൻ്റെ ഭാര്യ പോയി പഠിക്കാൻ നോക്ക്. അതും പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് സിദ്ധാർത്ഥ് അവൾക്കരികിലേക്ക് വന്നു. അവളൊന്ന് വിറച്ചുപോയി. ഇതുവരെ പേടി മാറിയില്ല എൻ്റെ ഭാര്യയെ. സിദ്ധാർത്ഥ്, ഇപ്പോൾ വേണ്ട. ഇതൊക്കെ വീട്ടിൽ നിന്ന് ഒരെണ്ണം. എന്ത്? ഒരു ഉമ്മ തന്നാൽ ഞാനങ്ങ് മാറിക്കോളാം. അയ്യടാ, പരിസരബോധമില്ലാത്ത കെട്ടിയവനാവല്ലേ. കെട്ടിയവനല്ലേ, അപ്പം അത്തരം കാര്യങ്ങളോർത്ത് ആശക്കപ്പെടേണ്ട കാര്യമില്ല. നീത്താ എന്തോന്ന് മനുഷ്യൻ, ഒരു ഉമ്മ താടി വെണ്ണേ. അവൾക്കേതോ അത് കൊടുക്കാതിരിക്കാനായില്ല. പതിയെ അവൾ അവൻ്റെ മുഖത്തോട് ഉയർന്നു. അവൻ്റെ വെട്ടി ഒതുക്കി വെച്ച താടിയിൽ അവൾ അമർത്തി ചുംബിച്ചു. മതിയോ എന്ന് ചോദ്യം ഉന്നയിക്കും മുന്നേ അവളുടെ ഇടുപ്പിൽ അവൻ്റെ കൈകൾ അമർന്നു പോയിരുന്നു. ഒരു വേള അവളും അതിനെ ശരിവെച്ച് നിന്നു. അല്പനേരം കഴിഞ്ഞതും സിദ്ധാർത്ഥ് പിടിയൊന്നയച്ചു. ചെല്ലെ, അധികം നിന്നാലേ മറ്റെന്തേലുമൊക്കെ നടക്കും. അവളിലൊരു നാണമായിരുന്നു അത്. തിരികെ ക്ലാസ്സിലേക്ക് വന്ന് അവളെ കണ്ട് കാഞ്ചന അസ്വസ്ഥയായി. പോയതിൽ ഹാപ്പിയായിട്ടാണല്ലോ തിരിച്ചു വരവ്, അവൾ മനസ്സിലോർത്തു. അന്നുച്ചയ്ക്ക് കാഞ്ചനയും ഗൗരിയുടെ ക്ലാസ്സിലെ ഒരു സ്റ്റുഡൻ്റായ വീണയും കൂടെ ആളൊഴിഞ്ഞൊരു ഭാഗത്തിരിപ്പുണ്ട്. ഓരോന്നും പറഞ്ഞിരിക്കുവാണ് ഇരുവരും. ഇടയ്ക്ക് കാഞ്ചന തനിക്കറിയേണ്ട വിഷയം എടുത്തിട്ടു. അല്ല വീണേ, ആ ഗൗരി ആളങ്ങനെ? അതൊരു പാവം പിടിച്ച കൊച്ച. എന്ന് വെച്ചാൽ അച്ഛനും അമ്മയും കുഞ്ഞിലേ മരിച്ചു. വലിയ പണക്കാരിയൊക്കെ ആയിരുന്നു. അച്ഛനും അമ്മയും മരിച്ചതും അമ്മാവനും അമ്മായിയും നോക്കാനായി വന്നു. പിന്നെ എല്ലാം തട്ടിയെടുത്തെന്ന് അവളെയും അനിയനെ ഇറക്കി വെട്ടുന്നതൊക്കെയാണ് കേട്ടോ. ഓ, അല്ല, തനിക്ക് എപ്പോഴേലും അവൾ സിദ്ധാർത്ഥ് സാറുമായി വല്ല കണക്ഷനുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്? ഇല്ല, സിദ്ധാർത്ഥ് സാറിൻ്റെ കാര്യങ്ങൾ ഒരാൾ പോലും ചോദിച്ചിട്ടില്ല. ചോദിക്കാൻ എല്ലാവർക്കും പേടിയാണ്. പിന്നെ ഗൗരിയുമായി കണക്ഷൻ ഉണ്ടാവാൻ ഒന്നും ചാൻസ് ഇല്ല. കാരണം സിദ്ധാർത്ഥ് സാറിന് വേറെ അഫെയറൊക്കെ ഉണ്ടായിരുന്നു. അതിപ്പോൾ ഇല്ലെന്നോ എന്തൊക്കെയാണ് അറിഞ്ഞത്. അദ്ദേഹം വിവാഹം കഴിച്ചോ സിംഗിളാണോ എന്നൊന്നും ആർക്കും അറിയില്ല. അല്ല, എന്താ ചോദിച്ചേ? ഒന്നുമില്ല, വെറുതെ. എന്നാൽ നമുക്ക് പോകാം, സമയം ഒരുപാടായി. കാഞ്ചന അവിടെ നിന്ന് എഴുന്നേറ്റ് നടന്നു. കഥയുടെ ബാക്കി ഭാഗവുമായി ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.